കാട്ടിനുള്ളിലെ കറുത്ത വെള്ളം. ഒന്നും കാണാനില്ല. അപ്രതീക്ഷിതമായൊരു ജീവി. കൈയില്ല, വാലില്ല. പക്ഷേ മിന്നലിനെ സ്വന്തം ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു സ്പർശനത്തിൽ, ഒരു നിമിഷത്തിൽ മനുഷ്യനെ പോലും നിലത്തിടാൻ കഴിയുന്നത്രയും ശക്തി. ഞാനിപ്പോൾ പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ കഥയല്ല. ഇതൊരു മിത്തോളജിയുമല്ല. എന്നാൽ ഇതാണ് ഇലക്ട്രിക് ഈൽ. ആമസോൺ കാടിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന നദികളിൽ വെളിച്ചം പോലും കയറാൻ പേടിക്കുന്ന കറുത്ത വെള്ളത്തിൽ ഒരു രഹസ്യമായ ജീവി ജീവിച്ചിരിക്കുന്നു. പേര് കേട്ടാൽ നമ്മൾ കരുതും പാമ്പ് പോലെയുള്ള ഒരു മീൻ. പക്ഷേ ഇലക്ട്രിക് ഈൽ ഒരു ഈൽ പോലുമല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു നൈഫ് എന്ന് പറഞ്ഞ ഒരു മത്സ്യമാണ്. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും, ഈ ഈലിന്റെ ശരീരത്തിൽ ഇത്രയും വൈദ്യുതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇവിടെയാണ് കഥ സയൻസായി മാറുന്നത്. ഒരു ഇലക്ട്രിക് ഈലിന്റെ ശരീരത്തിൽ 80% മാംസമോ അസ്ഥിയോ അല്ല ഉള്ളത്. അതിനു പകരം ഇലക്ട്രിക് ഓർഗൻസ് ആണ് അവരുടെ ശരീരത്തിലുള്ളത്. എന്താണ് ഈ ഇലക്ട്രിക് ഓർഗൻസ്? ഒരു ഈലിന്റെ ശരീരത്തിനുള്ളിൽ ആയിരക്കണക്കിന് ചെറിയ സെല്ലുകളുണ്ട്, അതായത് ചെറിയ കോശങ്ങളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസൈറ്റ്സ്. അതായത് ലക്ഷക്കണക്കിന് ചെറിയ ബാറ്ററികൾ ചേർന്നത് പോലെയാണ്. ഈ ഈലിന്റെ ഓരോ സെല്ലിലും ചെറിയ വൈദ്യുതി മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ എല്ലാ സെല്ലുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ 600 വോൾട്ടിന് മുകളിൽ ഷോക്ക് അതിനെ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത്രയും ഷോക്കും കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ താളം തെറ്റിക്കാൻ കഴിയും. അതുമാത്രമല്ല, ഒരു കുതിരനെ പോലെ വീഴ്ത്താനുള്ള കഴിവും ഈ ഷോക്കിനുണ്ട്. എന്നാൽ ഇവ ഈ വൈദ്യുതി വെച്ച് എന്താണ് ചെയ്യുന്നത്? ഒന്നാമത്തേതാണ് വേട്ടയാടാൻ. ഇലക്ട്രിക് ഈൽ വെള്ളത്തിന്റെ അടിയിൽ ഒളിച്ചിരിക്കും. ഒരു ചെറിയ മീൻ പോലും അനങ്ങിയാൽ ഒരു ഷോക്ക് വിടും. ആ ഷോക്കേറ്റ മീനിന്റെ പേശികൾ തളർന്നു പോകും. അതിന് അനങ്ങാൻ പോലും കഴിയില്ല. ഇങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഈൽ വേട്ടയാടി മീനുകളെ പിടിക്കുന്നത്. ഇനി രണ്ടാമത്തതാണ്, ഇവ കാണാൻ വേണ്ടിയിട്ടാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. അതെ, ഇലക്ട്രിക് ഈൽ അവരുടെ കണ്ണുകൾ കൊണ്ടല്ല കാണുന്നത്. അവർ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് അവർ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും, എങ്ങനെയാണ് ഇലക്ട്രിക് ഈൽ വൈദ്യുതി ഉപയോഗിച്ചിട്ട് കാണുന്നത്? അവർ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു ലോ വോൾട്ടേജ് ഷോക്കുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. ഈ ചെറിയ ലോ വോൾട്ടേജ് ഷോക്കുകൾ മറ്റു വസ്തുക്കളിൽ തട്ടി തിരിച്ച് അവരുടെ ശരീരത്തിലേക്ക് വരും. അങ്ങനെ വരുന്ന ഷോക്കുകളിനെ വായിച്ചു നോക്കിയിട്ടാണ് ഈ ഈലുകൾ മനസ്സിലാക്കുന്നത് ഇത് ഭക്ഷണമാണോ അല്ലെങ്കിൽ ശത്രുവാണോ എന്ന്. സയൻസിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് വിഷൻ. മൂന്നാമത്തതാണ്, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവർ ഈ വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. ഒരു മനുഷ്യൻ കാൽ വെച്ചാൽ അല്ലെങ്കിൽ ഒരു വലിയ മൃഗം അടുത്തു വന്നാൽ പോലും ഇലക്ട്രിക് ഈൽ വെള്ളത്തിൽ നിന്ന് ഷോക്ക് വിടും. ഈ ഷോക്ക് ഏറ്റ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുതിരനെ പോലും വീഴ്ത്താനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾക്കിപ്പോൾ അറിയാലോ ഇതൊരു മീനാണ് എന്ന്. പക്ഷേ വെള്ളത്തിൽ നിന്ന് മാത്രമല്ല ഈ മീൻ ശ്വാസം എടുക്കുന്നത്. 80% ഓക്സിജൻ വായുവിൽ നിന്നാണ് ഈ ഇലക്ട്രിക് ഈൽ എടുക്കുന്നത്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഈൽ വെള്ളത്തിന്റെ മുകളിൽ വന്ന് വായ് തുറന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കറിയോ, ഈ ഈല് 15 മുതൽ 20 വർഷം വരെയാണ് ഇതിന്റെ ആയുസ്സുള്ളത്. ഇനി നമ്മൾ ഈലുകൾ എങ്ങനെയാണ് പ്രസവിക്കുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. ഇവിടെ വെച്ചാണ് കഥ ഇനിയും ഭീകരവും അത്ഭുതവും ആകാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈലുകൾക്ക് സെക്സ് ഓർഗൻസ് ഇല്ല. ഈലുകൾക്ക് സെക്സ് ഓർഗൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ആൺ ഈലാണോ അല്ലെങ്കിൽ പെൺ ഈലാണോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കും, സെക്സ് ഓർഗൻസ് ഇല്ലാതെ അവ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? വർഷങ്ങളോളം ശാസ്ത്രജ്ഞർ ചോദിച്ച ചോദ്യം തന്നെ ഇതാണ്. ഈലുകളുടെ ശരീരത്തിൽ വ്യക്തമായ സെക്സ് ഓർഗൻസ് ഇല്ല. നദികളിലും കായലുകളിലും ജീവിക്കുമ്പോൾ അവ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ഡെവലപ്പ് ചെയ്യാറില്ല. അതിനാൽ ഒരു ഈലിനെ പിടിച്ചാൽ പലപ്പോഴും അത് മെയിൽ ആണോ അല്ലെങ്കിൽ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എവിടെ വെച്ചിട്ടാണ് ഈലുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലോകത്തിലുള്ള എല്ലാ ഈലുകളും ഒരു സമയം വരുമ്പോൾ ഒരു വലിയൊരു യാത്രയ്ക്ക് പോകാറുണ്ട്. നദിയിലായാലും കായലിലായാലും എല്ലാ ഈലുകൾ ജീവിതത്തിൽ ഒരേ സമയത്ത് ഒരു തീരുമാനമെടുക്കും. അവർ എവിടേക്കാണ് യാത്ര പോകുന്നത് എന്ന് വെച്ചാൽ അത് സമുദ്രത്തിലേക്കാണ്. എല്ലാ ഈലുകളും നദി വിട്ടിട്ട് സമുദ്രത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ നിശബ്ദമായി അവർ നീന്തിക്കൊണ്ട് പോവുകയാണ്. ഇത് വെറും ഒരു യാത്രയല്ല, ജീവിതത്തിലെ അവസാന യാത്രയാണ്. സമുദ്രത്തിന്റെ അടിയിലാണ് ആ ഒരു സത്യം സംഭവിക്കുന്നത്. എല്ലാ ഈലുകളും സമുദ്രത്തിലെ ആഴമുള്ള സ്ഥലത്തിലേക്ക് പോകും. മനുഷ്യൻ എത്താത്ത ഭാഗങ്ങളിലേക്ക് പോകും. ഈലുകൾ സമുദ്രത്തിന്റെ ആഴത്തിലെത്തുമ്പോഴാണ് അവരുടെ ശരീരത്തിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വികസിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഒരു ഈൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആവുന്നത്. ഇനി മെയിൽ ഈലുകൾ അവയുടെ സ്പേംസ് റിലീസ് ചെയ്യും. അതേ സമയത്ത് തന്നെ
ഫീമെയിൽ ഈലുകൾ അവയുടെ എഗ്സ് റിലീസ് ചെയ്യും. അങ്ങനെ അവരുടെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ്. മുട്ടയും സ്പേമും വെള്ളത്തിൽ തന്നെ ചേരുന്നു. പിന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈലുകൾ റീപ്രൊഡക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ജീവനോടെ തിരികെ വരില്ല. അത് അവരുടെ അവസാനത്തെ യാത്രയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണതെന്ന് സയന്റിസ്റ്റുമാർക്കും ഒരു ഐഡിയയും ഇല്ല. ഇനി ഈ സമുദ്രത്തിന്റെ അടിയിൽ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കാണാൻ ഈലിന് പോലെ ഉണ്ടാവില്ല. അതൊരു ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയൊരു എലനെ പോലെയായിരിക്കും അവരിനെ കാണാൻ ഉണ്ടാവുക. ഇവയെ വിളിക്കുന്ന പേരാണ് ലെപ്റ്റോസിഫാലസ് ലാർവേ. കടലിന്റെ പ്രവാഹങ്ങൾ അവയെ വീണ്ടും നദികളിലും കരയിലേക്കും കൊണ്ടുവരും. നദിയിലും കരയിലും വന്നിട്ടാണ് അവ വളരുന്നത്. എന്നിട്ട് അവ വീണ്ടും ഈലുകളാവുന്നത്. എന്നിട്ട് ഈ ഈലുകൾ ഇവർക്ക് വയസ്സായി കഴിയുമ്പോൾ വീണ്ടും സമുദ്രത്തിലേക്ക് പോകും. അവിടെ പോയി വീണ്ടും മുട്ടയിടും. അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇലക്ട്രിക് ഈൽ നദികളിലും ജീവിച്ചാലും അവയുടെ റീപ്രൊഡക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോഴും രഹസ്യമാണ്. അവയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. റീപ്രൊഡക്ഷൻ സീസണിൽ മാത്രം അവരങ്ങനെ ചെയ്യാറുള്ളത്. ഇലക്ട്രിക് ഈൽ ഇലക്ട്രിക് സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് അവയുടെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ശാസ്ത്ര ലോകത്തിൽ ഇതിപ്പോഴും ഒരു മിസ്റ്ററിയായി മാറിയിരിക്കുന്നത്. നദികളിൽ ജനിച്ച് കടലിൽ അവസാനിച്ചു. ശരീരം മുഴുവൻ മിന്നൽ സൂക്ഷിച്ചു. ഒരു തവണ മാത്രം പ്രേമത്തിനായി ജീവിച്ച ജീവി. ഇതാണ് ഈൽ. ഒരു ജീവനുള്ള രഹസ്യമാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാൻ കൂടുതൽ മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.